സെലൻസ്കി ട്രംപിൻ്റെ മുന്നിൽ ശരിക്കും മുട്ടുമടക്കിയോ? മുട്ടുമടക്കാതെ പറ്റുമോ? അമേരിക്ക എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം പോലെയാണ്. അമേരിക്കയോട് മല്ലടിച്ച് നിൽക്കാൻ ലോകത്തിൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും ഒക്കെ കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു രാജ്യത്തിനും ശേഷിയൊന്നുമില്ല. ഇത് ഇറ്റ്സ് എ റിയാലിറ്റി അല്ലേ? നമ്മൾ നോക്കണമല്ലോ. പാണ്ടി ലോറിക്ക് മുന്നിൽ തവള മസൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സെലൻസ്കിയെ സംബന്ധിച്ച് സെലൻസ്കിയെ വലിയ നിർണായകമായ അവസ്ഥയിലേക്കാണ്. എനിക്ക് തോന്നുന്നില്ല സെലൻസ്കി അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞിട്ട് വീണ്ടും അധികാരത്തിൽ തുടരുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് നേരത്തെ പറഞ്ഞത് അവൻ ഏകാധിപതിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത പ്രസിഡൻ്റാണ് എന്നൊക്കെ ട്രംപ് 2 ആഴ്ച മുമ്പ് പറഞ്ഞത്. ഏതായാലും സെലൻസ്കിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു, അത് ഉറപ്പാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി നിർണായകമായ തീരുമാനങ്ങളുണ്ടാവും, ഈ രാത്രി ചിലത് സംഭവിക്കും എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാകും. ടിജിയും ബബിതയും തമ്മിൽ ഇന്നലെ ആ ടോക്ക് നടത്തിയത്. അപ്പോൾ അതിന് ഇന്നലെ സംഭവിച്ചതാണ്, ട്രംപ് തീരുമാനിച്ചു, അമേരിക്ക തീരുമാനിച്ചു ഇനി ഉക്രൈന് സൈനിക സഹായം ഇല്ല, സാമ്പത്തിക സഹായം ഇല്ല എന്ന് തീരുമാനിച്ചു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ കോൺഗ്രസിൻ്റെ യോഗം, കോൺഗ്രസിൻ്റെ അവിടുത്തെ പാർലമെൻറ്റ് യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പ് ഈ സെലൻസ്കി എന്ന് പറഞ്ഞ കോമാളി, അയാളൊരു കൊമേഡിയനായിരുന്നു, സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്നു, ടി വിയിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളാണ്. ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നത് അറിയില്ല. നമ്മൾ ഓർക്കുന്നില്ലേ ഓവൽ ഓഫീസിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ട്രംപുമായിട്ടുള്ള വാഗ്വാദത്തിൽ അങ്ങനെ രാഷ്ട്രത്തലവന്മാർ പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യത്ത് പങ്കെടുക്കുമ്പോൾ ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ ഷട്ടിൽ കളിക്കാൻ പോകുന്ന പോലെ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ഇയാൾ അവിടെ വന്നത്. അത് തന്നെ അമേരിക്കൻ കൾച്ചറിന് നിരക്കുന്നതല്ല. അമേരിക്കക്കാർ ഇത് കാണുമ്പോൾ നെറ്റ് ചുളിക്കും. അവരുടെ ഒരു ഡീസൻസി ഉണ്ട്, ഡ്രസ് കോഡ് അമേരിക്കക്കാർ അതൊക്കെ നോക്കുന്നവരാണ്. അപ്പോൾ അത് പാലിക്കാതെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലവനുമായിട്ട് സംസാരിക്കാൻ വളരെ കാഷ്വലായിട്ട് വരുന്നു. അത് തന്നെ എത്ര നമ്മുടെ രാജ്യത്ത് ട്രംപ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ സൈനാണ്, ദേശീയ ചിഹ്നമാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തിലെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ആ രാജ്യത്തിൻ്റെ ഐക്കൺ കൂടിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചു വരുന്നു, നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നിരക്കാത്ത വസ്ത്രം ധരിച്ചു വരുന്നു എന്ന് പറയുന്നത് അത് തന്നെ ഒരു അവമതിയാണ്. അപ്പോൾ അയാളുടെ ശരീരഭാഷ മുതൽ വസ്ത്രധാരണം മുതൽ സംസാര രീതി മുതൽ എല്ലാ കാര്യത്തിലും ട്രംപിനോട് ഒരു അനാദരവ് കാണിക്കുന്ന തരത്തിൽ സംസാരിച്ചത് ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നപ്പോഴും ഉണ്ടായി. പ്രധാനമന്ത്രി റഷ്യയിൽ പോയിട്ട് പുതിനെയൊക്കെ ആലിംഗനം ചെയ്തതിന് ശേഷമാണ് അവിടെ ചെന്നത്. അത് സംബന്ധിച്ചൊരു കമൻറ്റ് മോദിയോട് പറഞ്ഞു. അതൊന്നും അങ്ങനെ നമുക്ക് രാഷ്ട്രത്തലവനെ കാണുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. എങ്കിൽ പോലും അത് അങ്ങനത്തെ കമൻറ്റുകളായൊന്നും പറയുന്നത് ഒരു മര്യാദയല്ല. ഇയാൾ ഇപ്പോഴും ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, താനും തരത്തിലാണ് പെരുമാറുന്നത്. അങ്ങനെ അമേരിക്കൻ കോൺഗ്രസ് കൂടുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലെ സെലൻസ്കി ഒരു കാര്യം പറഞ്ഞു, റഷ്യയുമായിട്ടുള്ള വെടിനിർത്തൽ അത് ദൂരെയാണ് എന്ന് പറഞ്ഞു. അതായത് വെടിനിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു, എന്നാൽ അത് ദൂരെയാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് പറയുന്ന പോലെ വെടിനിർത്തൽ നടക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും പ്രകോപിപ്പിച്ചു. അപ്പോഴാണ് രാത്രി തീരുമാനിച്ചത്, ട്രംപ് അങ്ങ് തീരുമാനിച്ചു ഇനി ഇവന് 5 പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് കട്ട് ചെയ്തപ്പോഴാണ് ഈ കൊമേഡിയന്, ഈ കോമാളിക്ക്, ട്രംപിൻ്റെ ഭാഷയാണേ, യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന് വെളിവുണ്ടായത്. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെന്താ ചെയ്തുകൊണ്ടിരുന്നത്, സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് അവരോട് നിങ്ങളെല്ലാം കൊണ്ടൊരു സൈന്യം ഉണ്ടാക്കൂ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് JD വാൻസ് വൈസ് പ്രസിഡന്റ് ചോദിച്ചു, ഫ്രാൻസും റഷ്യയല്ല ബ്രിട്ടനും എല്ലാം കൂടെ ചേർന്ന്, ജർമ്മനി എല്ലാം കൂടെ ചേർന്ന് സൈന്യം ഉണ്ടാക്കണമെന്നാണല്ലോ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ JD വാൻസിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നത്, കഴിഞ്ഞ 30-40 വർഷത്തിനിടയ്ക്ക് യുദ്ധമെന്ന് പുസ്തകത്തിൽ മാത്രം വായിച്ച് ശീലമുള്ള ആളുകളുടെ പട്ടാളം ചേർന്ന് 20,000 പേരുടെ സേന ഉണ്ടാക്കി റഷ്യയോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊന്നും യുദ്ധത്തിന് പോയിട്ടില്ല, ഒരിടത്തും അവർ ഒരു യുദ്ധവും നടത്തുന്നില്ല. അവർ സമാധാനപരം, അവരുടെ സേന എന്ന് പറഞ്ഞാൽ പട്ടാളമൊക്കെ വെറുതെ ബാരക്കിരിക്കുക, ഒരു എക്സർസൈസും ഇല്ല. അമേരിക്ക ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തുന്നുണ്ട്. നമ്മൾ പറയും ചൈനയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ ചൈനീസ് ആർമി ഭയങ്കര വലിയ ആർമിയാണ്, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, 2 കാര്യങ്ങളിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് കായികക്ഷമത, ചൈനക്കാരെക്കാളും വലുതാണ് നമ്മുടെ സൈനികർ ഫിസിക് വൈസ്, ശരീരം കൊണ്ട്. ചൈനക്കാരൊക്കെ കുള്ളന്മാരാണല്ലോ. രണ്ടാമത്തത് നമ്മുടെ സൈന്യം എന്നും യുദ്ധത്തിലാണ്, ഒന്നെങ്കിൽ മാവോയിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ കാശ്മീരിൽ. ഇങ്ങനെ നമ്മുടെ സൈന്യത്തിന് പ്രാക്ടിക്കൽ റിയൽ കോമ്പാക്ട് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സൈന്യത്തിനാണ്. ചൈന ആരോടെ യുദ്ധത്തിലുള്ളത്?
ഒന്നുമില്ല. അവർ പരേഡ് ചെയ്യുന്നു, ഡ്രില്ല് ചെയ്യുന്നു എന്നല്ലാണ്ട് റിയൽ ടൈം വാറിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സൈന്യം നമ്മുടെയാണ്. അപ്പം നിരന്തരം നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞൊരു പണ്ടൊരു പാഠം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കാൻ. എന്ന് പറയുന്നത് നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് നമ്മുടെ സേനയ്ക്ക് ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയും അങ്ങനെയാണ്. അമേരിക്ക പലയിടത്തും ഇടപെടുന്നുണ്ട്, സൈന്യത്തെ ഇറക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലാവട്ടെ എവിടെയാവട്ടെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെയാണോ യൂറോപ്പിൻ്റെ മറ്റ് രാജ്യങ്ങൾ, ഫ്രാൻസിൻ്റെ, ബ്രിട്ടൻ്റെ, അല്ലെങ്കിൽ ജർമ്മനിയുടെ, പോളണ്ടിൻ്റെ, സ്വീഡൻ്റെ, ഫിൻലാൻഡിൻ്റെ, നെതർലാൻഡിൻ്റെ, ഇവരുടെയൊക്കെ സേന യുദ്ധം ഇവിടെ ചെയ്ത് ആകെ ഉള്ളത് ഈ പരേഡ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കുടവറിയും ചാടിയിരിക്കുന്ന പട്ടാളക്കാരാണ്. അതുകൊണ്ടാണ് വാൻസി ചോദിച്ചത് 10-30 വർഷമായിട്ട് യുദ്ധം എന്നുള്ള പുസ്തകത്തിൽ മാത്രം വായിച്ചിരിക്കുന്ന നമ്മുടെ 20,000 പട്ടാളം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ റഷ്യക്കാരൻ നിന്നെ പൊരിച്ച് തിന്നും എന്നാണ് വാൻസ് പറഞ്ഞത്. ശരിയല്ലേ? കാരണം എക്സ്പീരിയൻസ് അല്ല. റഷ്യ അങ്ങനെയല്ല. റഷ്യ ഓരോ സ്ഥലത്ത് അമേരിക്ക ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്ത് ഓരോ പണിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 2014 തുടങ്ങിയ പണിയാണ് ഉക്രൈനിലുള്ള പണി. ക്രിമിയ ആദ്യം പിടിച്ചു അല്ലേ? ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. നിരന്തരം വാറിലാണ്. അത്ര പ്രാക്ടീസുള്ള ഫൈറ്റിംഗ് മോഡിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ആർമിയാണ് റഷ്യൻ ആർമി. അപ്പോൾ അപ്പോൾ അമേരിക്ക അങ്ങോട്ട് പിന്മാറിയാൽ, ഇപ്പം നാറ്റോ എന്ന് പറയുന്ന സംഭവമാണെങ്കിലും അല്ലെങ്കിൽ ഈ സെലൻസ്കിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ സൈന്യമാണെങ്കിലും അതിൻ്റെ പല്ലും നഖവും എന്ന് പറയുന്ന അമേരിക്കൻ പട്ടാളവും അമേരിക്കയുടെ ആയുധവുമാണ്. അതിന് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെടി തീർന്നു. അപ്പോഴാണ് സെലൻസ്കിയോട് നാട്ടിൽ, അപ്പോൾ തദ്ദേശീയമായി സെലൻസ്കിക്ക് നാട്ടിൽ പ്രശ്നമുണ്ട്. അമേരിക്കയിൽ പോയി ഇങ്ങനെ പണക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ അല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയുടെ ആയുധമല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കാമോ എന്നുള്ള ആഭ്യന്തരമായ പ്രതിഷേധങ്ങളും സെലൻസ്കിക്ക് എതിരെ വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ശത്രുത ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ശത്രുത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ സഹായം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണെന്ന് സെലൻസ്കി തിരിച്ചറിഞ്ഞു. സെലൻസ്കി കരുതിയത് ട്രംപ് ചുമ്മാ ഇങ്ങനെ പറയത്തേ ഉള്ളൂ, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് കരുതി. പക്ഷേ ട്രംപ് ഇന്നലെ അങ്ങ് പ്രഖ്യാപിച്ചു, വേറെ ഓപ്ഷൻ ഇല്ല. ഇത് മാത്രമല്ല, സെലൻസ്കി ഇപ്പോൾ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, വെടിനിർത്തൽ സീസ് ഫയർ ഫാർ 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 അവേ എന്ന് പറഞ്ഞാൽ പറയുന്നത് റെഡി, വെടിനിർത്തലിന് ഞാൻ സഹായിക്കാം, വെടിനിർത്തൽ മാത്രമല്ല ഞാൻ സഹകരിക്കാം, വെടിനിർത്തൽ മാത്രമല്ല ഞങ്ങൾ കുറേ റഷ്യൻ പട്ടാളക്കാരെ വിട്ടിട്ടുണ്ട്, അവരെയൊക്കെ വിട്ടയക്കാം, ഞങ്ങൾക്ക് വേണേൽ ഒരു ടേബിളിലിരുന്ന് ചർച്ച ചെയ്യാം, അതിന് പിന്നെ കടൽ വഴിയുള്ള ആക്രമണം ഇപ്പോൾ നിർത്താം, ഇങ്ങനെ കുറേ ഓഫർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ റഷ്യയും ചെയ്യണം എങ്കിൽ ചെയ്യാം. ഇതുവരെ നോ ചർച്ച ചിന്ത പറയുന്ന പോലെ നോ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെലൻസ്കി ഇപ്പോൾ പറയാണ്, ഞങ്ങൾ റഷ്യക്കാരെ പിടിച്ചു വയ്ക്കുന്ന പട്ടാളക്കാരെ വിട്ടുകൊടുക്കാം, ഞങ്ങൾ കടൽ വഴി ആക്രമിക്കത്തില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം എന്ന് പറഞ്ഞ തരത്തിലേക്ക് സെലൻസ്കി മാറിയിരിക്കുന്നു. സെലൻസ്കി മാറിയാലും പക്ഷേ ട്രംപിൻ്റെ ഒരു സ്വഭാവത്തിന് ഒരിക്കലങ്ങ് വെറുത്തു പോയാൽ പിന്നെ അവനെ ആ മൂഷട്ടനെ കളഞ്ഞിട്ടേ ഉള്ളൂ എന്ന തരത്തിലാണ് ട്രംപ് നിൽക്കുക. സെലൻസ്കിയെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സെലൻസ്കി ഇക്കാലം അത്രയും കൊല്ലപ്പെടാതിരുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പുറകിലുണ്ടെന്നുള്ള റഷ്യയുടെ ഒരു കരുതലുണ്ടായിരിക്കും. ഇനിയിപ്പോൾ റഷ്യ അങ്ങനെ കരുതലൊന്നും വേണമെങ്കിൽ സെലൻസ്കിയെ തീർത്തേക്കാന്ന് റഷ്യ തീരുമാനിച്ചാൽ, പുടിൻ തീരുമാനിച്ചാൽ സെലൻസ്കി കഴിഞ്ഞു. എന്ത് ചെയ്യും യൂറോപ്യൻ യൂണിയൻ? ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂറോപ്യൻ യൂണിയന് റഷ്യയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ സ്വപ്നമാണ്. അതിൽ ഇറ്റലിയുടെ മെലാനി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഒരിക്കലും ഞങ്ങൾ അമേരിക്കയെതിരായിട്ട് നിൽക്കത്തില്ല എന്ന് സെലൻസ്കിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സെലൻസ്കി മെലാനി പറഞ്ഞല്ലോ, ട്രംപ്, മോദി, അർജന്റീനിയൻ പ്രസിഡന്റ് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല മറ്റൊന്നുകൂടി ട്രംപ് ചെയ്തു, റഷ്യക്കെതിരെ സൈബർ അറ്റാക്കുകൾ, സൈബർ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടായിരുന്നു, അതെല്ലാം നിർത്താൻ പറഞ്ഞു. അതുമാത്രമല്ല റഷ്യക്കെതിരെ സാങ്ഷൻസ് ഉണ്ട്, ചില ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് മാറ്റാൻ പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ റഷ്യയുടെ കൂടെയാണ്, നീ എന്തോ ചെയ്യുന്ന കാണട്ടെ, പോടാ ചെറുക്ക എന്ന ലൈനിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പം സെലൻസ്കിയെ സംബന്ധിച്ച് സ്വാഭാവികമായും കീഴടങ്ങിയേ പറ്റുള്ളൂ. ഇപ്പോൾ മാത്രമല്ല, വളരെ പ്രതിപക്ഷം അമേരിക്ക പറയുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ട് പുട്ടിൻ്റെ പാവയെ പോലെയാണ് ട്രംപ് പെരുമാറുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ആലോചിക്കണം, ലോകത്തിലെ രണ്ട് ഭീമൻ ശക്തികളാണ് അമേരിക്കയും റഷ്യയും. ഇവർ തമ്മിൽ തോളിക്കൈയിട്ട് നിന്നാൽ ലോകം മാറും, വല്ലാതെ മാറും. അതിഭീമമായ ശക്തികളിലെ ആയിരക്കണക്കിന് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് രണ്ട് രാജ്യങ്ങൾക്കും. നമുക്കൊക്കെ എത്രയാണ്, വളരെ കുറച്ചുള്ളപ്പോൾ ഇവർക്ക് ആയിരക്കണക്കിനാണുള്ളത്. ഇത്രയും ആണവായുധ ശേഖരമുള്ള രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു ചെയ്താൽ ലോകത്തൊരു ശക്തിക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നോക്കൂ, സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്നു. സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടാണ് USSRനോട് അമേരിക്കയ്ക്ക് ശത്രുത ഉണ്ടായിരുന്നത്. ആ കമ്മ്യൂണിസം തന്നെ നശിച്ചു. കമ്മ്യൂണിസം ലോകത്തുനിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. കമ്മ്യൂണിസം ഒരിടത്തുമില്ല.
കേരളത്തിൽ പിണറായി വിജയനിസം ഉള്ളതെന്ന് പറയുന്ന പോലെയാണ് ഓരോ രാജ്യത്തും കമ്മ്യൂണിസം എന്ന പേരിൽ വേറെ ഇസങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ കഴിഞ്ഞു ലോകത്തെമ്പാടും, എല്ലായിടത്തും സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ട് മാറി. അപ്പോൾ പിന്നെ കമ്മ്യൂണിസം ഇല്ലാത്തത് കൊണ്ട്, പിന്നെ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ റഷ്യയോട് എന്തിനീ ശത്രുത? ഇതൊരു വലിയ ചോദ്യമല്ലേ. കമ്മ്യൂണിസത്തിൻ്റെ പേരിലായിരുന്നു ശത്രുത, അത് പോയി, പിന്നെ എന്തിന് ശത്രുത? ഒരുമിച്ച് നിന്നൂടെ? അപ്പം സെലൻസ്കിയോട് ഉക്രൈനിലെ മിനറൽസ് വേണമെന്ന് ട്രംപ് ചോദിക്കുന്നു, ഞാൻ മുടക്കിയ കാശിന് പകരം എനിക്ക് വേണമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പം പുടിൻ പറയുന്ന ഒരു കാര്യം ട്രംപ് എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ അവൻ്റെ കുറേ സാധനം പിടിച്ചെടുത്തിട്ടുണ്ട്, അവിടെയുള്ള മിനറൽ ഞാൻ എടുത്തു തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ വലിയ സൗഹൃദത്തിലേക്ക് പോവുകയാണ്. ചൈന ഇപ്പോൾ കമ്മ്യൂണിസത്തിനെതിരാണല്ലോ അമേരിക്ക. ഇപ്പോൾ കമ്മ്യൂണിസം ഉണ്ടെന്ന് പറയുന്നത് എവിടെയാണ്? ചൈനയിൽ. വടക്കൻ കൊറിയയിലും ചൈനയിലുമാണ്. അവർക്കെതിരെയല്ലേ നിൽക്കേണ്ടത്. അവർക്കെതിരെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ ഈ പോയി റഷ്യ പോയി നിന്ന് അവർക്ക് ബലം കൂട്ടണം. കൊറിയയും ആണവ രാജ്യമാണ്, ചൈനയും ആണവ രാജ്യമാണ്. ആ കൂട്ടത്തിൽ ആണവശക്തിയായ റഷ്യയും കൂടെ പോയി നിൽക്കുന്നതിനാണ്. ആ കൂട്ടത്തിൽ റഷ്യയെ പിടിച്ച് എൻ്റെ കൂട്ടത്തിൽ നിർത്തിയാൽ ചൈനയ്ക്കെതിരെ മുട്ടാൻ എനിക്കൊരു അതിശക്തനായ കൂട്ടുകാരൻ വേറെ കിട്ടും. അതുകൊണ്ട് എനിക്ക് റഷ്യയെ പേടിച്ച് റഷ്യൻ ഭീഷണിയെ ചെറുക്കാൻ വേണ്ടി അമേരിക്ക ചെലവാക്കുന്ന വലിയ പണം ലാഭിക്കാമെന്ന് ട്രംപ് കരുതുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെലൻസ്കിയെ സംബന്ധിച്ച് സെലൻസ്കി വീഴുകയാണ്. വീഴുന്നത് അധികാരത്തിൽ നിന്നാണോ ശവപ്പെട്ടിയിലേക്കാണോ എന്നത് വലിയ താമസമില്ലാതെ തീരുമാനിക്കപ്പെടും. നമ്മൾ ക്രൂരമായ ഒരു ഫലിതമാണ് പറയുന്നത്, പക്ഷേ റിയാലിറ്റി അങ്ങനെയാണ്. പുടിൻ സെലൻസ്കിയെ ചിലപ്പോൾ ഇനിപ്പോഴത്തെ സാഹചര്യത്തിൽ മാറിയ ജിയോ പൊളിറ്റിക്സിൽ വകവരുത്തിയാൽ പോലും അത്ഭുതമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.